ചാടിയ കുപ്രസിദ്ധ കുറ്റവാളി ബാലമുരുകന്റെ ഭാര്യ ജീവനൊടുക്കി. മക്കൾ ചികിത്സയിൽ. വിയ്യൂർ സെൻട്രൽ ജയിലിലേക്ക് എത്തിക്കവേ കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ട കുപ്രസിദ്ധ കുറ്റവാളി ബാലമുരുകന്റെ ഭാര്യ തെങ്കാശി സ്വദേശി ജോസ്മിനാണ് മരിച്ചത്. കൈഞ്ഞരമ്പ് മുറിച്ച് ജീവനൊടുക്കാൻ ശ്രമിച്ച ജോസ്മിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരിച്ചു. മക്കളുമൊത്താണ് ജോസ്മിൻ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. പരിക്കേറ്റ രണ്ടുപേരും ചികിത്സയിലാണ്. തിരുനെൽവേലി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ജോസ്മിന്റെ മൃതദേഹം. ബന്ധുക്കൾ ഏറ്റുവാങ്ങിയിട്ടില്ല. പോലീസ് അനുമതി നൽകുന്നില്ലെന്ന ആക്ഷേപവുമുണ്ട്. നവംബർ 2-നാണ് വിയ്യൂർ സെൻട്രൽ ജയിൽ കവാടത്തിൽ വെച്ച് പോലീസിന്റെ കണ്ണുവെട്ടിച്ച ബാലമുരുകൻ രക്ഷപ്പെട്ടത്. കേരള പോലീസ് വ്യാപക തെരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. അതിനിടെ ഡിസംബർ 5-ന് ഭാര്യയെയും മക്കളെയും കാണാൻ തമിഴ്നാട്ടിലെ തെങ്കാശി കടയത്തുമലയ്ക്കടുത്തുള്ള വീട്ടിലെത്തുന്നതിനിടെ ബാലമുരുകനെ പോലീസ് പിന്തുടർന്നെങ്കിലും പിടികൂടാനായില്ല. തമിഴ്നാട് പോലീസിലെ 50ഓളം പേർ പിടികൂടാൻ ശ്രമിച്ചെങ്കിലും ബാലമുരുകൻ മലകയറി ഓടി രക്ഷപ്പെടുകയായിരുന്നു. രക്ഷപ്പെടാനായി കടയത്തുമലയിലൂടെ ഓടുന്നതിനിടെ ബാലമുരുകൻ മലയിടുക്കിൽ വീണെന്നും സംശയമുണ്ട്. മൃതദേഹം ഏറ്റുവാങ്ങാൻ ബാലമുരുകൻ എത്തിയാൽ പിടികൂടാൻ ആശുപത്രിയിൽ കാത്തുനിൽക്കുകയാണ് തമിഴ്നാട് പോലീസ്. അയൽവാസിയെ കമ്പിവടി കൊണ്ട് തലക്കടിച്ച് കൊല്ലാൻ ശ്രമം. പ്രതി പിടിയിൽ. അമ്മാടം ആലുക്കക്കുന്ന് സ്വദേശി കരിയാട്ടിൽ വീട്ടിൽ ബിജുവിനെയാണ് തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ 15-ന് രാത്രി 8:15 അമ്മാടം ആലക്കുന്ന് സ്വദേശി നെല്ലത്ത് വീട്ടിൽ ബാബുവിനെയാണ് തലയിൽ കമ്പി കൊണ്ട് അടിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. പ്രതിയായ ബിജു അയൽവാസിയായ ബാബുവിന്റെ വീട്ടിലേക്ക് കല്ലെറിഞ്ഞത് ചോദ്യം ചെയ്തതിലുള്ള വൈരാഗ്യത്തിലാണ് ബിജു ബാബുവിന്റെ വലതു കൈയിലും തലയിലും കമ്പി കൊണ്ടടിച്ച് പരിക്കേൽപ്പിച്ചത്. അടിയേറ്റ ബാബുവിന്റെ തലയോട്ടി പൊട്ടി ഗുരുതര പരിക്കേറ്റിരുന്നു. സുബ്രഹ്മണ്യന്റെ പരാതിയിൽ ചേർപ്പ് പോലീസ് ബാബുവിനെ പ്രതിയാക്കി കൊലപാതക ശ്രമത്തിന് കേസെടുത്തിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. വട്ടപ്പാറയിലെ മധ്യവയസ്കന്റെ മരണം കൊലപാതകമെന്ന് സംശയം. വട്ടപ്പാറ വേറ്റിനാട് സ്വദേശി അജിത്തിനെ ദീപാവലിയുടെ തലേന്നായിരുന്നു മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തലക്കേറ്റ അടിയാണ് മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. മരിക്കുന്നതിന് മുമ്പ് അജിത്ത് കോൺഗ്രസിനെതിരെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരുന്നു. മരണത്തിന് പിന്നാലെ പോസ്റ്റ് ഫേസ്ബുക്കിൽ നിന്നും കാണാതായി. അജിത്തിന്റേത് ആത്മഹത്യയെന്നായിരുന്നു ഭാര്യയും മകനും മൊഴി നൽകിയത്. എന്നാൽ അജിത്ത് ആത്മഹത്യ ചെയ്യില്ല എന്നാണ് അച്ഛനും അമ്മയും പറയുന്നത്. ഇതോടെയാണ് സംഭവത്തിൽ ഇപ്പോൾ ദുരൂഹത ഉയർന്നിരിക്കുന്നത്. തട്ടിക്കൊണ്ടുപോയ പ്രവാസി വ്യവസായി വീടിനകത്ത് പൂട്ടിയിട്ടതിന്റെ ദൃശ്യം പുറത്ത്. മുഖത്തും ശരീരത്തിലും മുറിവുകൾ. പാലക്കാട് തൃത്താല തിരുമിറ്റിക്കോട് പ്രവാസി വ്യവസായിയെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ നിർണായക ദൃശ്യങ്ങൾ പുറത്തുവന്നു. വണ്ടൂർ സ്വദേശി മുഹമ്മദ് അലിയുടെ കണ്ണുകൾ മൂടി കൈകൾ രണ്ടും കെട്ടിയിട്ടിരിക്കുന്നതും മുഖത്തും ശരീരത്തിലും മുറിവുകളുള്ളതും വീഡിയോയിൽ കാണാം. മർദ്ദിച്ചവശനാക്കി രക്തത്തിൽ കുളിച്ചു നിൽക്കുന്ന മുഹമ്മദ് അലി മൊബൈൽ ഫോണിൽ ബന്ധുക്കളോട് 70 കോടി രൂപ ആവശ്യപ്പെടുന്നതാണ് ദൃശ്യത്തിലുള്ളത്. സംഭവത്തിൽ പിടിയിലായ പ്രതി ഫൈസലിന്റെ കോതക്കുറിശ്ശിയിലെ വീട്ടുതടങ്കലിലെ ഞെട്ടിക്കുന്ന കാഴ്ചയാണിത്. സംഭവത്തിന് പിന്നാലെ അക്രമി സംഘത്തെ സഹായിച്ചയാളെ പോലീസ് പിടികൂടിയിരുന്നു. ചോദ്യം ചെയ്യലിൽ മറ്റ് 7 പേരെയും പിന്നാലെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഒറ്റപ്പാലം വാരോട് സ്വദേശികളായ അഭിജിത്ത്, സുധീഷ്, നജബുദ്ദീൻ, ഷിഫാസ്, ഫൈസൽ, മുസ്തഫ, ഷമീർ, ഷാനു എന്നിവരാണ് അറസ്റ്റിലായത്. കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത ഇന്നോവ കാറിലെത്തിയ 6-അംഗ സംഘം ഉൾപ്പെടെ 9 പേർക്കായുള്ള അന്വേഷണം തുടരുകയാണ്. കേസിൽ ഉന്നതർക്ക് പങ്കുണ്ടെന്നാണ് പോലീസ് സംശയം. എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിൽ ഗർഭിണിയെ പോലീസ് മർദ്ദിക്കുന്നതിന്റെ CCTV ദൃശ്യം പുറത്ത്. നോർത്ത് SHO ആയിരുന്ന പ്രതാപചന്ദ്രനാണ് ഷൈമോൾ എന്ന സ്ത്രീയെ മുഖത്തടിച്ചത്. ഇവരെ ക്രൂരമായി മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നത്. ഷൈമോളെ നെഞ്ചത്ത് പിടിച്ചു തള്ളുന്നതും ദൃശ്യങ്ങളിലുണ്ട്. 2024 നോർത്ത് പോലീസ് സ്റ്റേഷനിലായിരുന്നു ഞെട്ടിക്കുന്ന സംഭവം ഉണ്ടായത്. പോലീസ് കസ്റ്റഡിയിലെടുത്തയാളുടെ ഭാര്യയാണ് മർദ്ദിച്ചത്. 2024 തന്നെ മർദ്ദനമേറ്റ കാര്യം ഷൈമോൾ പുറംലോകത്തെ അറിയിച്ചിരുന്നു. അന്നു മുതൽ ഷൈമോൾ ദൃശ്യങ്ങൾക്ക് വേണ്ടിയുള്ള നിയമ പോരാട്ടത്തിലായിരുന്നു. പിന്നീട് കോടതിയിൽ നിന്നാണ് ഷൈമോൾക്ക് ദൃശ്യങ്ങൾ ലഭിച്ചത്. ഷൈമോളെ പോലീസുകാരൻ മുഖത്തടിക്കുകയും പിടിച്ചു തള്ളുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. മർദ്ദനത്തിന് ശേഷം പോലീസുകാരനെ മറ്റു പോലീസ് ഉദ്യോഗസ്ഥർ പിടിച്ചുമാറ്റുന്നതും കാണാം. അതേസമയം ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇതുവരെയും പോലീസ് നടപടിയെടുത്തിട്ടില്ല. വനിതാ പോലീസുകാർ ഉൾപ്പെടെ നോക്കി നിൽക്കുമ്പോഴാണ് യുവതിക്ക് മർദ്ദനമേറ്റത്. നിലവിൽ അടൂരിലാണ് പ്രതാപചന്ദ്രൻ ജോലി ചെയ്യുന്നത്. പെട്രോൾ പമ്പിന് തീയിടാൻ ശ്രമിച്ച 2 പേർ അറസ്റ്റിൽ. പാലക്കാട് വാണിയംകുളത്ത് പെട്രോൾ പമ്പിന് തീയിടാൻ ശ്രമിച്ച 2 പേർ അറസ്റ്റിൽ. വാണിയംകുളം സ്വദേശികളായ പ്രശാന്ത്, രവീന്ദ്രൻ എന്നിവരാണ് അറസ്റ്റിലായത്. പ്ലാസ്റ്റിക് കുപ്പിയിൽ പെട്രോൾ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടുള്ള തർക്കത്തെ തുടർന്നാണ് 3-അംഗ സംഘം പെട്രോൾ പമ്പ് ആക്രമിക്കാൻ ശ്രമിച്ചത്. ആക്രമണത്തിന്റെ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് അന്വേഷണം നടത്തിയത്. തിങ്കളാഴ്ച രാത്രി 11 മണിയോടെ ഓട്ടോറിക്ഷയിൽ 3-അംഗ സംഘം വാണിയംകുളത്തെ KM പെട്രോൾ പമ്പിലേക്ക് എത്തുന്നത്. പ്ലാസ്റ്റിക് കുപ്പിയിൽ പെട്രോൾ നൽകണമെന്ന് ആവശ്യപ്പെട്ടു. കുപ്പിയിൽ പെട്രോൾ നൽകാൻ കഴിയില്ലെന്ന് അറിയിച്ചതോടെ മൂവർ സംഘം ജീവനക്കാരെ അസഭ്യം പറഞ്ഞു. പിന്നാലെ ഓട്ടോറിക്ഷയിൽ സൂക്ഷിച്ചിരുന്ന പ്ലാസ്റ്റിക് കന്നാസുകളിൽ സംഘം പെട്രോൾ വാങ്ങി. ജീവനക്കാരുടെ ദേഷ്യത്തിൽ പെട്രോൾ പമ്പിൽ തന്നെ ഒഴിച്ച് തീവെക്കാൻ ശ്രമിക്കുകയായിരുന്നു.